ഷുക്കൂർ ആരും അറിയാതെ എയിംസിൻ്റെ ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ്റെ സ്റ്റഡി ഹാൾ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പോൾ ഉപ്പയൊക്കെ ചോദിച്ചപ്പോൾ വേറെ ഏതോ ബിൽഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞതല്ലേ. ഈ ഗേൾസ് ഹോസ്റ്റൽ പോയിട്ടാ ആകെയുള്ളൊരു മോട്ടിവേഷൻ പ്രശ്നം പട്ടി മാത്രമാണ്. ഞാനൊരു ആവശ്യത്തിന് ഡൽഹിയിൽ വന്നതായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് കുറച്ച് സമയമുള്ളപ്പം എയിംസിൻ്റെ ഒരു ക്യാമ്പസ് ടൂറും കൂടെ എടുക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് ചാൻസിൽ എയിംസിലെത്തിയ ഹനിയ റിയാസും അതേപോലെ നമ്മളെ സ്വന്തം ഷുക്കൂറും ഉണ്ട്. നമുക്ക് മൊത്തം ക്യാമ്പസൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ ഇവരോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഹനിയനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നിൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ആൾ, ആകെ എനിക്കൊന്ന് നിൻ്റെ ബാച്ചിൽ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഇവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ. 7 ആളാണ് എത്തിയത്. അപ്പം ബാക്കിയുള്ളവരൊക്കെ നിനക്ക് കോൺടാക്റ്റ് ആകും. അപ്പോൾ എന്താ എയിംസിനെ കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നും മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ എന്താ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് നിനക്ക് തോന്നുന്നത്? എയിംസിലാകുമ്പോൾ പിന്നെ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് നാട്ടിലത്തേനേയും കാട്ടിയും. ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ പറയുകയാണെങ്കിൽ സിംഗിൾ റൂമാണ്. പിന്നെ ബാക്കി ഇപ്പോൾ പഠിപ്പിലാണെങ്കിലും കുറച്ചും കൂടി സ്റ്റാൻഡേർഡിലായിരിക്കും. എന്താ പറയുക, നല്ല ഫെസിലിറ്റീസ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും. പിന്നെ ലീവിൻ്റെതും ഇവിടെ ലീവ് കുറച്ച് കൂടുതലാണ്. നാട്ടിലെ കോളേജിലെല്ലാം ആകുമ്പോൾ ഭയങ്കര, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിലുള്ള കോളേജിലൊക്കെ ഒരു പറയും ലീവ് ഭയങ്കര കുറവാണ്. പക്ഷേ ഇവിടെ നമുക്ക് സമ്മറിൽ 1 month ബ്രേക്കും ഉണ്ടാവും, വിൻ്ററിൽ ഒരു 2 weeks ബ്രേക്കും ഉണ്ടാവും. പിന്നെ പോകേണ്ട സമയത്ത് നമുക്ക് നാട്ടിൽ പിന്നെ ഇത് കൂടാതെ സ്റ്റഡി ലീവ് വേറെ ഉണ്ടാവും തോന്നുന്നല്ലേ? സ്റ്റഡി ലീവ് ഉണ്ടാവലുണ്ട്. അത് ആ മെയിൻ എക്സാംസിൻ്റെ ടൈം ആകുമ്പോൾ ഒരു 1 week 2 weeks അങ്ങനെ. ഇപ്പൊ ഈ പറഞ്ഞല്ലോ ഫെസിലിറ്റി കൂടുതലാന്നുള്ളത്. അപ്പൊ അത് അല്ല, അക്കാഡമിക്സ് കുറച്ചും കൂടി നല്ലതാണ്. അതെങ്ങനെയാ ഒന്നും കൂടെ ഒന്ന് വിശദാക്കുക? കുറച്ചും കൂടുതൽ പേഷ്യൻസിനെ കാണാനാവുന്നതാണോ? പേഷ്യൻസ് പിന്നെ ഇവിടെ ഉള്ള എന്താ പറയുക, ഇവിടെ വരുന്ന പേഷ്യൻസ് എല്ലാവരും ഭയങ്കര റെയർ കേസസ് ആയിരിക്കും. അപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് അവിടുന്ന് ട്രീറ്റ്മെന്റ് കിട്ടാതെ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കേസസ് കാണാൻ പറ്റും. പിന്നെ പ്രൊഫസേഴ്സും നല്ല ടോപ്പിലുള്ള പ്രൊഫസേഴ്സ് എല്ലാം ആയിരിക്കും. ഭയങ്കര വലിയ ഇവിടെ നമ്മൾ പഠിക്കുന്ന ബുക്കെല്ലാം കാണാം, ഇവർ എഴുതിയ ബുക്കാണ്, ഈ പ്രൊഫസേഴ്സ് എഴുതിയ ബുക്കാണെന്ന് പറയാം. പിന്നെ റിസർച്ചിലും ഭയങ്കര ഒരു സ്റ്റുഡൻറ് പോയിന്റ് ഓഫ് വ്യൂവില് പിന്നെ ബാക്കി കോളേജ് കമ്പയർ ചെയ്യുമ്പോൾ ഫെസിലിറ്റീസിന്റെ ഒരു എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്? ഫെസിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു എന്താ പറയാ, ഒരു ലോകാണ്. ഇവള് ഹോസ്റ്റലിൽ നിന്ന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. അതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സിംഗിൾ റൂം മാത്രമല്ല, അതിൽ തന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മൈൻഡ് ആക്കിയേ വേണ്ട. ഇപ്പോൾ AC ആണെങ്കിൽ, ഹീറ്റർ ആണെങ്കിൽ 24/7 ഓപ്പൺ ആക്കി ഇടാം. ഫ്രിഡ്ജ്, ഓവൺ എന്നും 24/7 ഓപ്പൺ ആക്കി. ഹോസ്റ്റൽ ചാർജ് എത്ര വരുന്നത്? ഹോസ്റ്റൽ ചാർജ് ഇല്ല, അങ്ങനെ ഇല്ല. അതായത് മൊത്തം ഹോസ്റ്റലും അക്കാഡമിക്സും ഒക്കെ കൂടിയാണ് 5500 ഒരു വർഷത്തേക്ക്. 5 വർഷത്തേക്ക്, അതായത് ഒരു വർഷം 1000 രൂപ ഹോസ്റ്റലിനും ട്യൂഷൻ ഫീസും ഒക്കെ അടക്കം. അത്രയുള്ള ചുരുക്കി പറഞ്ഞാൽ എന്തെങ്കിലും വാങ്ങണം എന്നുള്ളത് കൊണ്ട് മാത്രം വാങ്ങാണല്ലേ? അതെ. പിന്നെ ഹോസ്റ്റലിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഷോപ്പുകളുണ്ട്. ഇപ്പോൾ ബാർബർ ഷോപ്പ്, പിന്നെ അമൂലുണ്ട്, നെസ്കഫെ, കോഫി ഷോപ്പ്, കൊറിയർ പോയിന്റ്, കളിക്കുന്ന സാധനങ്ങൾ, ജനറൽ സ്റ്റോർ, പിന്നെ സ്പോർട്സ്. സ്പോർട്സ് വരികയാണെങ്കിൽ എല്ലാതും ഉണ്ട്. ജിമ്മിലൊക്കെ പോകുന്ന ഇവിടുത്തെ ജിമ്മിൽ തന്നെ പോലെ അവിടുത്തെ ഫ്രീ ജിമ്മാണ്. നമുക്ക് മറ്റേ പൈസ നമുക്ക് സപ്ലിമെന്റ്സ് ഫുഡിലൊക്കെ ജിമ്മിന് കൊടുക്കുന്ന മന്ത്ലി നമുക്ക് ഫുഡിന് ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ സ്പോർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാതും ഇപ്പോൾ ഫുട്ബോളിന് ഒരു കോർട്ട്, പിന്നെ വോളിബോൾ കോർട്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ബാസ്കറ്റ്ബോൾ, എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള. എനിക്കൊന്ന് ഒരുവിധം എല്ലാ ഗെയിമിനും ഇവിടെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ട്. പൂളും അതേപോലെ ഒളിമ്പിക് സൈസ്. ഞാൻ കുറച്ച് പൂൾസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഇത്രയും വലിയ പൂള് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. തെർമോ റെഗുലേറ്ററും ആണ്. ടെമ്പറേച്ചർ. പിന്നെ ഇനി എയിംസിനെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ബ്രാൻഡ് തന്നെയാണ്. എയിംസ് ഓണിയൻ, അതായത് എയിംസ് ഡൽഹിയിൽ നിന്ന് MBBS പഠിച്ചിറങ്ങിയുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ, അത് ഏത് വേറെ കോളേജിലും പഠിച്ചാൽ കിട്ടാത്തൊരു ബ്രാൻഡ്. ലൈഫ് ലോങ് ഒരു ബ്രാൻഡ് നമുക്ക് ഉണ്ടാവും അവിടെ MBBS എയിംസ് ഡൽഹി. പിന്നെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോഴാണ് കേട്ടോ ഞാനും ഈ കാര്യം അറിഞ്ഞത്, നിങ്ങളുടെ PGയിലേക്കുള്ള ഒരു കറണ്ട് കോട്ടയുള്ള, അതായത് PG പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും അല്ലെങ്കിൽ MBBS കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് PG എന്ന് പറയുന്ന അടുത്ത വലിയൊരു ചലഞ്ചാന്നുള്ളത്. അപ്പോൾ ആ എക്സാം എഴുതുന്ന ഒരുവിധം എല്ലാ കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്ത്, എയിംസ് ഡൽഹിയിൽ PGക്ക് പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ സ്ഥിതി എന്താ, എയിംസ് ഡൽഹിയുടെ ഏകദേശം എനിക്കൊന്നൊരു 50% ഇന്റേണൽ കോട്ടയാണ്. അതായത് ഇന്ത്യയിലുള്ള മുഴുവൻ ഡോക്ടർമാരും മത്സരിക്കുന്ന പരീക്ഷയിൽ ഷുക്കൂറും ഹാനിയൊക്കെ മത്സരിക്കേണ്ടത് ഇവരുടെ ബാച്ചിലുള്ള ഒരു 150-130 സ്റ്റുഡൻസിൻ്റെ കൂടെ മാത്രമാണ് അല്ലേ? അതിലൊരു ടോപ്പ് 20-30 എത്തിക്കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. അത് ഭയങ്കര വലിയ അഡ്വാൻറ്റേജ് ആണ്.
കാരണം പഠിക്കുന്ന ഏറ്റവും വലിയ കാരണം നമുക്കറിയാലോ, നമുക്ക് ഇനി എന്താ നമ്മളെല്ലാവരും പറയും നീറ്റ് കഴിഞ്ഞാൽ ഇനി എന്താ നിങ്ങൾക്ക് നീറ്റ് PG ഇല്ലേ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതാണ്, PG നമുക്ക് ഈസി ആയിട്ട് ഇപ്പൊ ചെറിയ റാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല ഡിപ്പാർട്ട്മെന്റ്സിൽ ഇവിടെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഹൗസ് സർജൻസി അല്ല ഇന്റേൺഷിപ്പും അത് എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ കോളേജിലൊക്കെ ഞാൻ കേട്ടു പണിയാണ്. ഇവിടെ പറഞ്ഞാൽ വൻ ചില്ല, ഭയങ്കര ചില്ല, നമുക്ക് ആവശ്യമുള്ള പണി മാത്രം എടുപ്പിക്കും. എന്നിട്ട് പ്രൊഫസേഴ്സിനെ കണ്ട് പറയും മതി പണിയെടുത്തത് പോയി പഠിച്ചോ. നമുക്ക് എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പറയും ഇനി ഇതിനൊന്നും വരണ്ട, പോസ്റ്റിങ്ങിനൊന്നും വരണ്ട, ആവശ്യമുള്ള എടുത്തില്ല, ഇനി പോയി പഠിച്ചോ. നാട്ടിൽ ഹൗസ് സർജൻസി എന്ന് പറഞ്ഞാൽ പിന്നെ പണി പുറം ലോകം കാണൂല എന്നുള്ള മോഡലാണ് അവരൊക്കെ പറഞ്ഞിട്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിലൊക്കെ പഠിച്ച നാട്ടിലത്തെ എല്ലാ കോളേജിലും അവസ്ഥ ഇതാണ്. ഒരു ഉറങ്ങാൻ പോലും ടൈമില്ലാതെ അങ്ങനെയും പണിയെടുപ്പിക്കും. പിന്നെ പ്രൊഫസേഴ്സ് അത്ര ഫ്രണ്ട്ലി. ഈ ഗേൾസ് ഹോസ്റ്റൽ പോയിണ്ടാ? ഗേൾസ് ഹോസ്റ്റൽ എന്തിനാ നമുക്ക് ബോയ്സ് ഹോസ്റ്റലല്ലേ. അവിടെ ബോയ്സിനെ കയറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. കയറൊക്കെ ചെയ്യാ. രാവിലെ 6 മണി ടു രാത്രി 9 മണി വരെ ബോയ്സിന് ഗേൾസ് ഹോസ്റ്റലിൽ എൻട്രി ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കയറാം. നമ്മള് ബോയ്സ് ഹോസ്റ്റലാവും. സിംഗിൾ പസംഗ. ഓക്കെ. എടാ ഈ സ്ഥലം ഭയങ്കര നല്ല രസമുണ്ടല്ലോ. ഇതെന്താ സാധനം? ഇത് പറഞ്ഞാൽ ഇതിന്റെ പേര് മോട്ടിവേഷൻ റോഡാണ്. എന്തുകൊണ്ടാ പേരൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാണുമ്പോ കോടാ മോട്ടിവേഷൻ തോന്നുന്നു. മോട്ടിവേഷൻ ഇതിപ്പോ ഒരു കുറച്ച് ഉച്ചായതുകൊണ്ട് മോട്ടിവേഷൻ റോഡ് മോട്ടിവേഷൻ റോഡ്. അപ്പൊ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോ ഇങ്ങോട്ട് വരണം. നല്ല വൈബ്. ഈ കിളികളുടെ സൗണ്ടും ചെറിയൊരു വല്ലാതെ ഇപ്പൊ ഈ ഉച്ചയാകുമ്പോ ഈ സൺലൈറ്റ് ഭയങ്കര പ്രശ്നമൊക്കെ വരും. അത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സുഖം. അപ്പൊ ഓടാൻ തോന്നും. ഇവിടെ ഇങ്ങനെ ഒരു ഷൂവും കൂടെ ഇട്ടാൽ നമ്മളവിടെ ഓടും. എനിക്ക് അതുകൊണ്ടാണ് മോട്ടിവേഷൻ റോഡ് നിന്നത്. അപ്പൊ എല്ലാവരും രാവിലെയും വൈകുന്നേരം ഭയങ്കര തിരക്കായിരിക്കും. പക്ഷെ ആംബിയൻസ് ഭയങ്കര നല്ലതാട്ടോ. ഈവൻ ഇതിപ്പോ നട്ടുച്ചയാണെങ്കിലും അത്യാവശ്യം നല്ല ഷെയ്ഡ് ഉണ്ട്, മരങ്ങളുണ്ട്, നല്ല എയർ ഉണ്ട്. സ്കൂൾ അപ്പം ഓവറോൾ എനിക്ക് വന്നത് ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് MBBS പഠിക്കല്ലേ ശരിക്കും. പിന്നെ ഈവൻ ഈ ഹൗസ് സർജൻസി സമയത്തൊക്കെ നല്ല ഇതും കിട്ടുന്നില്ലേ, സ്റ്റൈപ്പൻഡും കിട്ടുന്നില്ലേ? പറയുമ്പോ നാട്ടിലേറെ പണി കുറവാ, പൈസ കൂടുതലാ. നാട്ടിൽ 27-28 ആണ്, ഇവിടെ 30 നമുക്ക് കിട്ടും. 30 കിട്ടും. പിന്നെ ഒരു ഹാഫ് ഡേ ഒക്കെ ഒരു പരിധി വരെയൊക്കെ പഠിക്കുന്നില്ല. ചില പോസ്റ്റിംഗും 3 hours, ചില പോസ്റ്റിംഗ് ആകെ 1 hour പോയി സൈൻ ഇട്ടാൽ മതി. പ്രൊഫസേഴ്സ് സൈൻ ഇട്ടാ വരുന്ന പോയിക്കോ പഠിക്കാൻ വേണ്ടി വിട്ടോന്ന് അറിയില്ല. അപ്പം നിങ്ങൾ രണ്ടാളെ PG എടുക്കാനൊക്കെ പ്ലാന്? അതിപ്പോ നമ്മള് ഫ്യൂച്ചർ പ്ലാൻസ് അങ്ങനെ ആരോടും എടുത്ത ശേഷം. ഷുക്കൂർ ആരും അറിയാതെ എയിംസിന്റെ ഫോട്ടോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവന്റെ സ്റ്റഡി ഹാൾ ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഉപ്പയൊക്കെ ചോദിച്ചപ്പോ വേറെ ഏതോ ബിൽഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞതല്ലേ. എന്നിട്ടാണ് എന്ത് ചെയ്തത് ആ സെയിം സ്ഥലത്തെത്തിയത്. അതുപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഫോട്ടോ ഷുക്കൂറിന്റെ പല സ്ഥലത്തും ഉണ്ടാവും റൂമുകളിലൊക്കെ. അത് കിട്ടിയതിന് ശേഷം നമ്മൾ അറിയിക്കും അല്ലേ. എങ്ങനെയുണ്ട് ഹോസ്റ്റലൊക്കെ? എങ്ങനെ വെറും പഠിത്തം മാത്രം അങ്ങനെയാണോ? അല്ലല്ല, ഹോസ്റ്റല് അവരിങ്ങനെ നമുക്കായിട്ട് വിട്ടാന്ന പോലെയാണല്ലോ. നമുക്കൊരു സിംഗിൾ റൂം ഉണ്ട്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളതായിട്ടുള്ളൊരു ഇതിലേക്ക് പോവാ പറഞ്ഞാല് സിംഗിൾ റൂം ഉണ്ടാവും. പിന്നെ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് എല്ലാം ചെയ്യാം. ഒന്നും ഒരു സീനും ഇല്ല. അതായത് ഇപ്പം ഷുക്കൂറിന്റെ റൂമിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, ഒരു കുക്കിംഗ് സ്റ്റവ് ഉണ്ട്, പിന്നെ ഒരു AC ഉണ്ട്, എല്ലാ ആവശ്യമുള്ള പോലെ തന്നെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് പെയിന്റ് അടിക്കണമെങ്കിൽ പെയിന്റ് അടിക്കാം, എല്ലാം ചേഞ്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഇരുന്ന് ഫുൾ ടൈം പഠിക്കുന്ന ടൈപ്പ് ഉണ്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് നമ്മളെ ഹോസ്റ്റലിന്റെ മുമ്പിൽ തന്നെ ആയിട്ടൊരു പാർക്ക് പോലെ, ഒരു ജിം പോലെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ പോയിട്ട് ഇതാക്കാം. പിന്നെ ഈ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ഭയങ്കര കണ്ണടൊക്കെ വെച്ചിട്ട് ഫുള്ള് പഠിപ്പിച്ചതാണ്? നിങ്ങൾ ബാച്ചിൽ എനിക്ക് 5-6 എത്ര മലയാളികളാ? 7 ആൾക്കാർ, 4 ഗേൾസും 3 ബോയ്സും. ഓക്കെ. അവരൊക്കെ നല്ല ചില്ലാണ്, കൂളാണ്. ഓക്കെ. പിന്നെ ഇവിടുത്തെ ഫെസ്റ്റുകളൊക്കെ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവും? അതായത് പിന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആദ്യം ഇൻട്രാ കോളേജിൽ ഇൻഫെസ്റ്റ് ഉണ്ടാവും. അതിൽ തന്നെ സ്പോർട്സ്, ആർട്സ്, എല്ലാ ഇൻഫോർമൽ പരിപാടി, എല്ലാ പരിപാടികളും ഉണ്ടാവും. ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര സെറ്റപ്പ്. പിന്നെ പൾസ് പക്ഷേ ഇപ്രാവശ്യം ഇക്കൊല്ലം നടന്നിട്ടില്ല, കുറച്ച് ഫണ്ട് ഇഷ്യൂ അങ്ങനെ എന്താ പറയുക SCന്റെ. ബട്ട് പൾസാണ് ഏഷ്യയിൽ തന്നെ ലാർജസ്റ്റ് ഇന്റർ കോളേജ് മെഡിക്കൽ ഫെസ്റ്റ്. ഇന്റർ കോളേജ് അല്ലേ, മെഡിക്കൽ, അതായത് ബാക്കി പല മെഡിക്കൽ കോളേജിൽ പല കോളേജിൽ നിന്നും ആൾക്കാർ വരും. അങ്ങനത്തെ ഫുൾ സെറ്റപ്പ് ഫാഷൻ ഷോ വരെ ഉണ്ടാവുന്ന അത് മനസ്സിലായി. പിന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ട്, അത് പിന്നെ ഞാൻ അങ്ങനെ പങ്കെടുക്കില്ല, കുറച്ച് പഠിക്കുന്ന പരിപാടിയാണ്. റിസർച്ച് അങ്ങനത്തെ വർക്ക്ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളായി ഞാൻ അങ്ങനെ പോക്കില്ല. ഞാൻ ഇൻഫെസ്റ്റും മെയിൻ ആയിട്ട്. ഓക്കെ. ശരിക്ക്
അതായത് 2 മോഡ് ഇവിടെ നടക്കും എന്നർത്ഥം. അതായത് ഒരു ചിൽ മോഡാണെങ്കിൽ ചിൽ മോഡ് എന്നുള്ളതും നടക്കും. അതേപോലെ തന്നെ ഇപ്പൊ പഠിക്കേണ്ട ഇപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവില്ല ശരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് പാട്ട് പാടുക, ജിമ്മ് പോവുക, അതിൽ നിന്നൊരു ഡോപ്പമിൻ കിട്ടുക, നമുക്കൊരു രസം കിട്ടൂല. അങ്ങനെ പഠിപ്പെന്ന് കിട്ടുന്ന കുട്ടികളുണ്ട് ഇവിടെ. ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക, അവരൊക്കെ ചെയ്യാ ക്ലാസ് പോവും, ക്ലാസ്സിൽ നിന്ന് വരും, പഠിക്കും, അടുത്ത ദിവസം ക്ലാസ് പോവും, എന്നിട്ട് പഠിക്കും. അങ്ങനെ ആ സൈക്കിളിൽ അവർ പോകും. ലൈബ്രറിയിലായിരിക്കും ഫുൾ ടൈം ഉണ്ടാവുന്നത്. പക്ഷെ അവർക്ക് അവിടെ നിന്നായിരിക്കും ഒരു ഡോപ്പമിൻ കിട്ടുന്നുണ്ടാവല്ലേ. പക്ഷെ അത് ഭയങ്കര കുറവ്. നമ്മള് ഒരു 130 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടാവുള്ളൂ, ബാക്കി ഫുൾ ഇങ്ങനെ ജോലി അടിച്ച്. പിന്നെ ഈ സംഭവങ്ങളൊക്കെ അതായത് വീക്കെൻഡ്സിലൊക്കെ എന്താ പരിപാടി? നിന്റെ വീക്കെൻഡ്സ് പരിപാടി എന്തൊക്കെയാ? അതായത് പുറത്ത് പോവാ അങ്ങനെയൊക്കെ ഉണ്ടോ? സിനിമക്ക് പോവാ? ഫിലിമിന് പോവാ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാ, അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഫിലിമെല്ലാം കണ്ട് റൂമിൽ തന്നെ ഇരിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ ഓഫാ? സാറ്റർഡേ നമുക്ക് ഹാഫ് ഡേ ആണ്, പിന്നെ സൺഡേ ഓഫ് ആണ്. ട്രിപ്പ് ഒന്നും പോവല്ല? ട്രിപ്പ് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് മനാലി പോയിക്ക്, പിന്നെ ജയ്പൂർ പോയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ ബാച്ചിന് തന്നെ ട്രിപ്പ് കൊണ്ടുപോയി ഋഷികേശിൽ. അങ്ങനെയൊക്കെ അത്യാവശ്യ സാധനങ്ങളുണ്ടാവും. പിന്നെ ഇവിടെ എങ്ങനെയാണ് മറ്റേ സാധനങ്ങളൊക്കെ? കള്ളും കഞ്ചാവും ഡ്രഗ്സ് ഭയങ്കര. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, പ്രശ്നമല്ല ഇത്, ഡബിൾ എഡ്ജഡ് സോഡാണ്. ഇൻഫിനിറ്റ് ഫ്രീഡം, എന്തും ചെയ്യാം. അപ്പൊ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിന് മര്യാദക്ക് യൂട്ടിലൈസ് ചെയ്തെങ്കിലും പോകും. ഇവിടെ കുറെ സീനിയേഴ്സും കാര്യങ്ങളും ഡ്രഗ് അഡിക്ട്സ് ആയിട്ട് അങ്ങനെ അവരുടെ ലൈഫ് അതപ്പതിച്ച് പോണ ആൾക്കാരുണ്ട്. പക്ഷെ ഇത് ശരിക്കും എയിംസിന്റെ മാത്രം പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കേരളത്തിലെ ഏത് ക്യാമ്പസ്, ഇന്ത്യയിലെ ഏത് ക്യാമ്പസിൽ എടുത്താലും ഇപ്പൊ ഇത് റെഡിലി അവൈലബിൾ ആണ്. ഇപ്പം ഇവിടെ നമ്മളൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എല്ലാം പഠിക്കുന്ന കുട്ടികളാണ്, അവരത് ഉപയോഗിക്കുക ഉണ്ടാവില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഇങ്ങനെയുള്ളൊരു പാർട്ടും, ഞാൻ NIT പഠിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഇങ്ങനെ അഡിക്റ്റഡ് ഒക്കെ ആയ കുട്ടികൾ ഭൂരിഭാഗം ആൾക്കാരും ആ +1 +2 വരെ പാരൻസിന്റെ സ്ട്രിക്റ്റ് കൺട്രോളിൽ, സ്ട്രിക്റ്റ് പ്രഷറിലുള്ള ആൾക്കാർക്ക് ഒരു ഫ്രീഡം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രഷർ എൻവയോൺമെന്റ് ഇങ്ങനെ ആയിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഫ്രീഡം കിട്ടുമ്പോൾ അവര് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഭയങ്കര. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു നോർമൽ എല്ലാ സ്പോർട്സിലും ഇങ്ങനെ അടിച്ചാടി നടക്കുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല. ഇത് ഭയങ്കര ഇങ്ങനെ പഠിപ്പ് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര ഫ്രീഡം കിട്ടുമ്പോഴുള്ള പ്രശ്നമാണ്. അപ്പം ശരിക്കും പറഞ്ഞാല് ആ ഒരു പാത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ലൈഫ് പിന്നെ ശരിക്കും സെറ്റിലാണ്. ഈ കോളേജ് ലൈഫിൽ ആകെ ഈ ഒരു ഭയങ്കര മൂഞ്ചി പോകുന്നത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരെ. ബാക്കിയുള്ളവർക്ക് നല്ല അടിപൊളിയായി ജീവിക്കാം. നമുക്ക് എന്ത് ഹോബീസും എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എല്ലാതും. ഇഷ്ടമുള്ള ഏത് ഇപ്പം ടെന്നീസ് കോർട്ടൊക്കെ ഉള്ള കോളേജുകൾ തന്നെ വളരെ അപൂർവമായിട്ട് ഇന്ത്യയിലൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ഈവൻ സ്ക്വാഷ് അടക്കം ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലേ. ഏത് ഇതുണ്ടെങ്കിൽ നമുക്ക് പുതിയ സ്പോർട്സിലേക്ക് പോവാം, പുതിയ ഇതിലേക്ക് പോവാം. നീ എന്തോ കളിക്കല്ലോ? എന്താ TT? ഞാന് പണ്ട് കളിക്കലുണ്ടായിരുന്നു, ടേബിൾ ടെന്നീസ്, കൊക്കോ, അത്ലറ്റിക്സ്. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ടേബിൾ ടെന്നീസ് കളിക്കലുണ്ട്, ബാഡ്മിൻ്റൺ അത്യാവശ്യം കളിക്കും, ഇടയ്ക്ക് ജിമ്മിൽ പോകും. അപ്പം ആഫ്റ്റർ ഓൾ ഹാപ്പിയാണ്. ഇനി PG എടുക്കുന്നു, ഇവിടുന്ന് തന്നെ എടുക്കുന്നു, അതും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നീ ഫസ്റ്റ് ചാൻസിലാണ് പഠിച്ചത്. ലൈഫിൽ ആ 2 വർഷമായിരിക്കും അല്ലേ അല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ടൈമിൽ ഞാൻ നല്ലോണം സ്ട്രെസ് ചെയ്തിന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കരയും, ഇടയ്ക്ക് ഭയങ്കര സങ്കടമാവും, അങ്ങനെയെല്ലാം ഉണ്ടായാലുണ്ട്. പക്ഷെ അന്നേരം എൻ്റെ മൈൻഡ് ഉണ്ട് എങ്ങനെയെങ്കിലും എയിംസിൽ എത്തണം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റ് ആയല്ലോ, അങ്ങനെ എത്തിക്കഴിഞ്ഞു. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ലൈഫ് സെറ്റാണ് അല്ലേ? റൈറ്റ്, ഓക്കെ. അപ്പം നിങ്ങളോടും പറയാനുള്ളത് അത് തന്നെയാണ്. 2 വർഷം മാക്സിമം എഫേർട്ട് എടുക്കുക. എന്തായാലും നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഹനിയനെ പോലെ അല്ലെ ഷുക്കൂറൊക്കെ എടുത്തതുപോലെ. ഷുക്കൂറിൻ്റെ എന്തെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ ഓൾറെഡി അവൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞ സാധനമായിരിക്കും. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും. MBBS ഇന്ത്യയിലെ അല്ലെങ്കിൽ തന്നെ ഏഷ്യയിലെ തന്നെ 1 ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ കോളേജ് പഠിക്കുക. PGക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. PGക്ക് എത്രയായിരുന്നു? 1 lakh എങ്ങാനല്ലേ സ്റ്റൈപ്പൻഡ് വരുന്നത്? ശരിക്ക് 1 lakh സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു പഠിത്തമായിട്ടൊന്നും കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം പുറത്തുനിന്ന് പണിയെടുക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യില്ല, 36 lakh. അതെ, പുറത്തുനിന്ന് പണിയെടുക്കുന്ന ആർക്കും എന്ത് ചെയ്യില്ല 1 lakh കിട്ടണമെന്നില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ തന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ അഡീഷണലി കിട്ടും. അപ്പം അങ്ങനെ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി. ഇപ്പം എൻ്റെയൊക്കെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുന്നുണ്ട് എയിംസ് നിന്ന് PG ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലുള്ള ടോപ്പ് ഹോസ്പിറ്റലിൽ ടോപ്പ് പൊസിഷനിലേക്ക് കയറിയിട്ടുണ്ട്. ബ്രാൻഡ് ഇപ്പോൾ ഒരു നാട്ടിൽ ക്ലിനിക്കിൽ ഇരിക്കുകയാണെങ്കിൽ MBBS ഡോക്ടർ എന്തെങ്കിലും X, എന്നിട്ട് MBBS MD ബ്രാക്കറ്റിൽ എയിംസ് ഡൽഹിയിൽ നിന്ന് ഇതിലുള്ള ബ്രാൻഡും, അതാണ് ഭയങ്കര സംഭവമായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, സ്വപ്നം കാണുക. ഷുക്കൂറൊക്കെ ചെയ്തതുപോലെ തന്നെ എയിംസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങളെന്തിനാ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കുക. അതേപോലെ എയിംസിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ കാണാം. എന്നിട്ട് അവിടെ പഠിക്കുന്നത് പോലെ നിങ്ങൾ സ്വപ്നം കാണാം. ഉറപ്പായിട്ടും അടുത്ത വർഷത്തേക്ക് വരെ ജൂനിയേഴ്സായിട്ടില്ലേ നിങ്ങളുണ്ടാവും. അതെ, നജാസ്ക പറഞ്ഞോ. അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ
ഇതേ ഉള്ളൂ. ആകെ ഇപ്പോൾ +1 +2 ആണെങ്കിൽ 2 കൊല്ലം, അല്ലെങ്കിൽ റിപ്പീറ്റ് ആണെങ്കിൽ 1 കൊല്ലം. ഈ ഒരു 2 കൊല്ലം 1 കൊല്ലാണ്ട് കഷ്ടപ്പെട്ടാണ് പഠിക്കുക. എത്ര മാക്സിമം കഷ്ടപ്പെടാൻ പറ്റുമോ അത്ര കഷ്ടപ്പെടുക. പിന്നെ അവിടെ നല്ല ഇപ്പോൾ എയിംസ് പോലത്തെ ഒരു കോളേജൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. ഫ്യൂച്ചറും പേടിക്കേണ്ട, ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളും. അപ്പോൾ ആ ഒരു 1 കൊല്ലത്തെ ഹാർഡ് വർക്കാണ് നമ്മളെ ലൈഫിൻ്റെ പിന്നെ മുന്നോട്ടുള്ള ഫുൾ നമ്മളെ ജേണിയും എളുപ്പമാക്കുന്നത്.